പാഠം 762. പഴയ കാലത്തേക്കൊരു യാത്ര. പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില പിന്നെയും കൂട്ടി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഇന്ധനവില കൂട്ടുന്നത്. ഇതിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ഇമാതിരി വരെ ഈ രാജ്യത്ത് നടക്കൂ. വിലക്കുറവിന്റെ ഒരു പ്രയോജനവും ജനങ്ങൾക്ക് കിട്ടരുത് എന്ന വാശിയിലാണ് സർക്കാർ. എന്താണ് മോഹനേട്ട രാവിലെ തന്നെ ഒരു ദേഷ്യം? എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? അന്തർദേശീയ വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഒരു കൊല്ലം കൊണ്ട് 4-1 എന്നിട്ടും നമ്മുടെ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില കൂടുന്നു. നീ ഇത് കണ്ടോ? പാചകവാതകത്തിന് പിന്നെയും വില കൂടി. ഇനിയിപ്പോ വിറകടുപ്പിൽ തന്നെ പാചകം ചെയ്യേണ്ടി വരും. നമ്മുടേതൊരു പ്രത്യേകതരം രാജ്യമല്ലേ മോഹനേട്ട? ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് പെട്രോളും ഡീസലും മണ്ണെണ്ണയും പാചകവാതകവും ഒക്കെ ഉണ്ടാക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോ ഈ സാധനങ്ങളുടെ ഒക്കെ വില കുറയേണ്ടതാ. പക്ഷെ ഇവിടെ അത് കുറയാനേ പോകുന്നില്ല. അതുപോലെ വണ്ടിയുടെ ടയർ ഉണ്ടാക്കുന്നത് റബ്ബർ ഉപയോഗിച്ച. റബ്ബറിന്റെ വില ദിവസവും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ടയറിന്റെ വില അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. നാരങ്ങയുടെയും പഞ്ചസാരയുടെയും ഒക്കെ വില കുറഞ്ഞാലും നാരങ്ങ വെള്ളത്തിന്റെ വില കൂടുന്നത് പോലെയാണ് ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോ പെട്രോളിനും ഡീസലിനും ഒക്കെ ഇങ്ങനെ വില കൂടുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ മോനട്ടാ. ആരോട് ചോദിക്കാൻ? ഇന്നു മുതൽ അത്യാവശ്യത്തിന് മാത്രം ഗ്യാസ് ഉപയോഗിച്ചാൽ മതി. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ മാസാവസാനമാകുമ്പോ കയ്യിൽ 10 പൈസ കാണില്ല. ഇവിടെ അത്യാവശ്യമല്ല നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നില്ലല്ലോ മോഹനേട്ടാ. ഇതിലും കുറച്ച് ഉപയോഗിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. വേണമെന്ന് വെച്ചാ അതൊക്കെ ചെയ്യാന്നല്ലേ ഉള്ളൂ. പക്ഷേ നീ വേണമെന്ന് വെക്കില്ലല്ലോ. മനസ്സിലായില്ല. ഈ പറമ്പിൽ ഇഷ്ടം പോലെ ചുള്ളിക്കമ്പുകളും വിറകുകളൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ പെറുക്കിയെടുത്ത് മുറ്റത്തൊരു അടുപ്പ് കൂട്ടി പാചകത്തിന്റെ പകുതി അവിടെ ആക്കണം. പറ്റില്ലേ? കൊള്ളാം. അല്ലെങ്കിൽ തന്നെ ഒരാൾക്ക് ചെയ്യാവുന്ന കൂടുതൽ ജോലിയുണ്ട് എനിക്കിവിടെ. അതൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് കോടതി പോവാൻ. ഇനിയിപ്പോ രാവിലെ എഴുന്നേറ്റ് പറമ്പിലൂടെ എല്ലാം നടന്ന് വിറകും പിറക്കി മുറ്റത്ത് അടുപ്പും കൂട്ടി കത്തിച്ച് ചോറ് വയ്ക്കുക കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല മോഹനേട്ടാ. ഗ്യാസ് വാങ്ങാൻ കാശില്ലാതെ വരുമ്പോ നമുക്ക് പട്ടിണി കിടക്കാം. പത്രം ബാക്കിയോടെ വായിച്ച് പുതിയ ഐഡിയ വല്ലതും കിട്ടുമെന്ന് നോക്ക്. എനിക്ക് അടുക്കള ഇഷ്ടംപടി ജോലി കിടക്കണ്ട്. ഫോണടിക്കുന്നുണ്ട്. അത് സാറെടുക്കോ ഞാൻ എടുക്കണോ? ഹലോ, മോഹനകൃഷ്ണ സാറിന്റെ വീടല്ലേ? അതെ. സാറുണ്ടോ? ഉണ്ട്. ആരാന്ന് പറയണം? എന്റെ പേര് ശിവൻകുട്ടി എന്നാ. രാവിലെ സാറിന് വിളിക്കാൻ പറഞ്ഞിരുന്നു. ഒരു മിനിറ്റ്. മോനേട്ടാ ഫോൺ. മോനേട്ട പത്രം വായിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരും. ഒരു ശിവൻകുട്ടി. ഹലോ സാർ, ഞാനാ ശിവൻകുട്ടി. എന്താ ശിവൻകുട്ടി? ഈ സ്ഥലം നടക്കാൻ സാർ വരാന്ന് പറഞ്ഞിരുന്നു. രാവിലെ വിളിച്ചാൽ പറ്റുന്ന സമയം പറയാമെന്ന് സാർ ഇന്നലെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ട്. ഒരു കാര്യം ചെയ്യാം. വൈകിട്ട് കൃത്യം 5 മണിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് പുറപ്പെടും. അപ്പോ ഞാൻ ശിവൻകുട്ടിയുടെ വീടിനടുത്ത് കൂടി വരാം. ഞാൻ കൃത്യം 5:10 അവിടെ എത്തും. വലിയ ഉപകാരം സാർ. ഞാൻ കാറുമായി വില്ലേജ് ഓഫീസ് വരാന്ന് ആദ്യം കരുതിയത്. അപ്പോഴാ ഓർത്തത് സാർ കാറിൽ കയറില്ലല്ലോ എന്ന്. കാർ ഓടിക്കുമ്പോൾ പെട്രോൾ കത്തി പുറത്തു വരുന്ന കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുമല്ലോ. തീർച്ചയായും. മാത്രമല്ല പെട്രോളിന്റെ വില ഇന്നലെ പിന്നെയും കൂടിയതായിട്ട് ശിവൻകുട്ടി അറിഞ്ഞു കാണുമല്ലോ. ഇനിയുള്ള കാലം നമ്മൾ പെട്രോളും ഡീസലും പാചകവാതകവും പോലുള്ള ഇന്ധനങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. അതെ, സാറ് പറയുന്നത് കാര്യം. ശിവൻകുട്ടിക്ക് ബുദ്ധിയും ലോകവിവരമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായി. പക്ഷേ യാതൊരു വിവരവുമില്ലാത്ത ചില പമ്പര വിഡ്ഢികൾ ഞാൻ പറയുന്നതിനെ പുച്ഛിച്ചു തള്ളുന്നു. അറിഞ്ഞിട്ട് കാര്യമില്ല. ഒരവസരം വേണോ പഠിക്കും. അതിവിടെ പറഞ്ഞ അറിവില്ലാത്തവർ അതുപോലെ പല മണ്ടത്തരങ്ങൾ കാണിക്കും. സാറ് പറഞ്ഞത് സത്യമാ. എന്റെ വീട്ടിൽ അടുക്കളയിൽ ഇപ്പോ ഗ്യാസ് ഉപയോഗിക്കാറില്ല. വിറക് മാത്രം കത്തിച്ചാ പാചകം മുഴുവനും ചെയ്യുന്നത്.
ആദ്യമൊക്കെ ഭാര്യയ്ക്ക് വലിയ എതിർപ്പായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഗ്യാസിന്റെ പരിപാടി നടക്കില്ല എന്ന്. എന്റെ നിർബന്ധം സഹിക്കാതെ വന്നപ്പോ ഒടുവിലോട് സമ്മതിച്ചു. അതുകൊണ്ടിപ്പോ രൂപ എത്ര ലാഭം എന്നറിയോ സാറിന്? നമ്മൾ അധ്വാനിച്ചുണ്ടാകുന്ന കാശ് വെറുതെ കളയുന്ന എന്തിനാ? അതെ, ശിവൻകുട്ടി പറഞ്ഞതാണ് അതിന്റെ ശരി. അപ്പൊ വൈകിട്ട് കാണാം സാർ. ശരി. നിന്റെ വീട്ടിലെ അടുക്കളയിൽ വിറക് കത്തിക്കുന്ന അടുപ്പില്ലല്ലോ ശിവൻകുട്ടി, പിന്നെ എങ്ങനെ? ഇതൊക്കെ എന്റെ ഒരു നമ്പർ അല്ലടാ. മോഹനകൃഷ്ണൻ സാറിനെ സുഖിപ്പിക്കാൻ വേണ്ടി വെറുതെ തട്ടിവിട്ടതാ. സാറ് വന്ന് സ്ഥലം അളന്നിട്ട് പോകുന്നതിന് എനിക്ക് 10 പൈസയുടെ ചെലവില്ല. സാറിന് വണ്ടി വേണ്ട, അളക്കുന്നതിന് ഫീസും വേണ്ട. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സാറിനെ ശരിക്കും ഒന്ന് പൂഴ്ത്തണം. വീട്ടിൽ ഗ്യാസിന് പകരം വിറക കത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ സാറിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ പെണ്ണിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ തന്തയ്ക്ക് പിടിക്കില്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും പെണ്ണുങ്ങൾ വിറകടുപ്പ് കത്തിക്കോ? നിനക്ക് ശിവൻകുട്ടി അറിയാമോ? ഏത് ശിവൻകുട്ടി? ഇപ്പോ എന്നെ ഫോൺ ചെയ്ത ശിവൻകുട്ടി. എനിക്കറിഞ്ഞൂടാ. ശിവൻകുട്ടി ടൗണിൽ പല പല ബിസിനസ്സുകൾ നടത്തുന്ന ഒരാളാണ്. ഇഷ്ടം പോലെ കാശുണ്ട് കയ്യിൽ. പക്ഷേ നിന്നെ പോലുള്ള പരിഷ്കാരികൾ കാണിക്കുന്ന ഒരു ധൂർത്തും ശിവൻകുട്ടി കാണിക്കില്ല. ശിവൻകുട്ടി അയാളുടെ ഭൂമി അളക്കുന്ന കാര്യം പറയാനായിട്ട് ഇന്നലെ വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. സാധാരണ ഓരോ കാര്യങ്ങൾക്ക് പോകുന്ന വില്ലേജ് ഓഫീസർമാർ കാറ് വേണം, ജീപ്പ് വേണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷേ മോഹനകൃഷ്ണൻ സാർ പറഞ്ഞു ഞാൻ നടന്നു വന്നോളാമെന്ന്. വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണത്തെ പറ്റി ഞാൻ വിശദമായി ശിവൻകുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പോ ശിവൻകുട്ടി പറയാ, സാറ് പറഞ്ഞത് വളരെ ശരിയാണ്, അതുകൊണ്ട് തന്നെ സാറിന് കാർ അയക്കുന്നില്ല എന്ന്. ഇതാണോ വലിയ കാര്യം? മോഹനേട്ടൻ ഇങ്ങനെ നടന്നു പൊക്കോളാമെന്ന് പറഞ്ഞത് ശിവൻകുട്ടി ഒരു സൗകര്യമായിട്ടും കരുതിയിട്ടുണ്ടാവും. അതങ്ങനെയല്ലേ വരും അല്ലെങ്കിൽ തന്നെ. അപ്പോ ശിവൻകുട്ടിയുടെ വീട്ടിൽ വിറകടുപ്പിൽ പാചകം ചെയ്തതോ? മനസ്സിലായില്ലേ? പാചകവാതകത്തിന്റെ വില കൂടിയതോടെ ശിവൻകുട്ടി അയാളുടെ ഭാര്യയോട് പറഞ്ഞു ഇനി വിറകത്തിച്ചുള്ള പാചകം മതി എന്ന്. ആദ്യം അയാളുടെ ഭാര്യ സമ്മതിച്ചൊന്നുമില്ല. പക്ഷേ പിന്നെ അവർക്കും കാര്യം മനസ്സിലായി. ഇപ്പോ അവരുടെ വീട്ടിൽ ഗ്യാസ് വാങ്ങുന്നേയില്ല. ഒരു സിലിണ്ടറിന് 650 രൂപയാണ് വില. ഒരു സിലിണ്ടർ ഈ വീട്ടിൽ വാങ്ങിയാൽ വെറും 2 മാസം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് പാചകവാതകത്തിന് മാത്രം ഒരു മാസം നമ്മൾ ചെലവാക്കുന്നത് 325 രൂപ. ശിവൻകുട്ടിയുടെ ഭാര്യയെ പോലെ നീയും വിറകടുപ്പ് ഉപയോഗിച്ചാൽ ഒരു മാസം 325 രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഞാൻ വിറകടുപ്പ് ഉപയോഗിച്ചിട്ട് മോഹനേട്ടൻ വല്ലതും കഴിച്ചത് തന്നെ. മോഹനേട്ടാ രാവിലെ വെറുതെ വഴക്കുണ്ടാക്കാൻ ചെയ്ത് പോയി കുളിക്കാൻ നോക്ക്. കുറച്ച് കഴിയുമ്പോ ആഫീസിൽ പോകാനുള്ളതല്ലേ? ആഫീസിൽ പോകേണ്ട നേരത്തെ പോകാൻ എനിക്കറിയാം. മറുപടി പറയേ. ഈ വീട്ടില് പാചകം വിറകടുപ്പിലാക്കി എന്താ കുഴപ്പം? ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. മോഹനേട്ടൻ തന്നെ പോയി വിറക് കൊണ്ടുവന്ന് മോഹനേട്ടൻ തന്നെ അടുപ്പ് കൂട്ടി മോഹനേട്ടൻ തന്നെ കഞ്ഞിയും കറിയും വെക്കുവാണെങ്കിൽ സംഗതി അടിപൊളിയാ. എനിക്കതിനുള്ള നേരമില്ല, സൗകര്യമില്ല. ഉത്തമം വന്നിട്ടുണ്ട്. പോയി എന്താണ് കാര്യം എന്ന് ചോദിക്ക. വെറുതെ ഇവിടെ നിന്ന് എന്നെ ശല്യപ്പെടുത്തോണ്ട് വല്ല കാര്യം ഉണ്ടാവും പോകുന്നുണ്ടോ? ചെല്ല്. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. ഞാൻ നമ്മുടെ ജോണിക്കുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് സർട്ടിഫിക്കറ്റ് ബാങ്കിൽ കൊടുത്തോളാം അവൻ പറഞ്ഞു. രാവിലെ തന്നെ അത് കിട്ടിയിരുന്നെങ്കിൽ. ഉത്തമൻ ഇന്നലത്തെ പത്രം വായിച്ചായിരുന്നു? എന്ത് സാറേ, വില്ലേജ് ഓഫീസിൽ നിന്ന് അവധിയാണോ? ഉത്തമൻ ഇന്നലത്തെ പത്രം വായിച്ചോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. അല്ല, അത് പിന്നെ ഇന്നലെ രാവിലെ കുറച്ച് തിരക്കായി പോയി, പത്രം വായിക്കാനുള്ള സമയം കിട്ടിയില്ല സാറേ. രാവിലെ പത്രം പോലും വായിക്കാതെ എങ്ങനെ ഓടി നടക്കുക? പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില കൂടിയ കാര്യം ഉത്തമൻ അറിഞ്ഞോ? അത് ഞാൻ അറിഞ്ഞു. സ്കൂട്ടറിൽ പെട്രോൾ അടിക്കാൻ പമ്പിച്ചെന്നപ്പോഴാണ് സംഭവം അറിഞ്ഞത്. അല്ല സാറേ, ഈ ഗൾഫിലൊക്കെ പെട്രോളിന്റെ വില കുറഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മുടെ നാട്ടിൽ മാത്രം അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്തിനു സാറേ?
അത് സർക്കാരിനോട് പോയി ചോദിക്കണം. ഓഹോ. എന്റെ ബുദ്ധിയിൽ ഇന്ന് വരെ അതിനുള്ള കാരണം എന്താണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. പക്ഷെ സംസ്കരിക്കാത്ത എണ്ണയുടെ വില കുത്തനെ കുറഞ്ഞാലും സംസ്കരിച്ച എണ്ണയുടെ വില യാന്ത്രികമായി കൂടുന്ന ഒരു പ്രത്യേക രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ട്. എണ്ണയുടെ വിലക്കുറവിന്റെ ഗുണം ഒരു കാരണവശാലും പൊതുജനങ്ങൾക്ക് കിട്ടരുത് എന്ന് ഭരണത്തിലുള്ളവർക്ക് വാശിയാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം നമ്മൾ നോക്കുന്നതല്ലേ നല്ലത്. സാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഉത്തമൻ ഈ നാട്ടിലൂടെ തെക്കും വടക്കും നടക്കുന്നത് ഒരു സ്കൂട്ടർ കൊണ്ടാണല്ലോ. അതെ അതെ. പെട്രോളിന്റെ വില കൂടിയ നിലയ്ക്ക് ഉത്തമൻ ചെയ്യാൻ പറ്റുന്ന എന്താണ്? സ്കൂട്ടറിൽ ഉള്ള യാത്ര ഒഴിവാക്കുക, പോകാനുള്ളിടത്ത് നടന്നു പോവുക. അങ്ങനെയാണെങ്കിൽ ഇന്ധന വില കൂടിയത് ഉത്തമനെ ബാധിക്കില്ലല്ലോ. അയ്യോ സാറേ, ഒരു ദിവസം ഞാൻ എന്തോരം സ്ഥലത്ത് പോകണമെന്ന് സാറിന് അറിയാലോ. അവിടെയൊക്കെ സമയത്തിന് എത്തണമെന്നുണ്ടെങ്കിൽ സ്കൂട്ടർ ഇല്ലാതെ പറ്റൂല. നമസ്കാരം. ഈ സ്കൂട്ടർ എന്ന സാധനം കണ്ടുപിടിക്കുന്നതിന് മുമ്പും നമ്മുടെ നാട്ടിൽ മനുഷ്യർ ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വില്ലേജ് ആപ്പീസ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നതിന് മുന്നേ മനുഷ്യരുണ്ടായിരുന്നില്ലേ? ഉത്തമ, സംഭവം എന്താന്ന് മനസ്സിലായില്ല? പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും ഒക്കെ വില സർക്കാർ തോന്നും പോലെ കൂട്ടിയല്ലോ. അതുകൊണ്ട് ചെലവ് ചുരുക്കാൻ ഞാൻ ഇനി വിറകടുപ്പിൽ പാചകം ചെയ്തോളാം. നടക്കും. പാചകവാതകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിറകടുപ്പിലല്ലേ നമ്മൾ പാചകം ചെയ്തോണ്ടിരുന്നത്? അത് ശരിയാണ് സാറേ. പക്ഷെ ഇപ്പൊ ഈ പാചകവാതകം കണ്ടുപിടിച്ച് പോയല്ലോ. ഇനിയിപ്പോ ഈ വിറകടുപ്പിൽ ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു പ്രയാസമില്ല. രണ്ടടുപ്പിലും തീയാണല്ലോ ഉണ്ടാകുന്നത്. ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെന്താ പാട്? ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചുമ്മാ ഇരുന്നങ്ങ് ആഗ്രഹിച്ചാൽ മതി. പക്ഷേ ചെയ്യുന്നവർക്ക് അത് ഭയങ്കര പ്രയാസം തന്നെയാ. മോഹനേട്ടനെ പോലെ വലിയവായ വർത്താനം പറയാൻ ആർക്കും പറ്റും, പക്ഷേ പ്രവർത്തിച്ച് കാണിക്കാൻ ഭയങ്കര പാട് തന്നെയാ. സ്കൂട്ടർ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഞാൻ സ്കൂട്ടർ ഉപയോഗിക്കാതെ എന്റെ ജീവിതത്തിൽ നടത്തി കാണിച്ചു തന്നില്ലേ? എല്ലാ ദിവസവും വില്ലേജ് ഓഫീസിലേക്കും അടുത്തുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ ഞാൻ നടന്നാണ് പോകുന്നത്. അതുപോലെയല്ല ഈ വിറകടുപ്പ് കത്തിക്കുന്നത്. വിറകടുപ്പ് കത്തിക്കാൻ ഒരു പാടുമില്ല. എങ്കിൽ പിന്നെ മോഹനേട്ടൻ വന്ന് അതൊന്ന് കത്തിച്ച് കാണിക്കും. അടുപ്പം കത്തിച്ച് ഒരു പാത്രം വെള്ളവും ചൂടാക്കി കാണിക്കാമെങ്കിൽ ബാക്കിയെല്ലാം പണി ഞാൻ ചെയ്തോളാം. അതൊക്കെ പെണ്ണുങ്ങളെ ജോലിയല്ലേ? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഈ തടവാണ് മോഹനേട്ടാ. സ്വന്തമായിട്ടൊന്നും ചെയ്യാതെ വലിയവായി വർത്താനം പറഞ്ഞ ആളാവാനുള്ള അടവ്. അടവ് സാറിന്റെ കൈ വെച്ചാൽ മതി. സാറേ, അല്ല ഞാൻ പറഞ്ഞ ജോണിക്കുട്ടിയുടെ കാര്യം. ഭാമ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്താണ് സാറേ? ഭാമ അങ്ങനെ വിട്ടാ പറ്റില്ലെന്ന്. ഒരു അടുപ്പ് കൂട്ടി വിറക് വെച്ച് വെള്ളം ചൂടാക്കി കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നെ സഹായിക്കേണ്ടി വരും. അയ്യോ സാറേ, എനിക്ക് അത് നടക്കൂല സാറേ. ഞാൻ ഈ 8:45 ഗോപാലൻകുട്ടി ചേട്ടൻ്റെ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും പോയേ പറ്റൂ, എന്നെ ഒഴിവാക്കി സാറേ. ജോണിക്കുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തന്നെ വേണ്ടേ? അയ്യോ, അത് ഇന്നലെ വേണമെങ്കിൽ ബാങ്കിൽ കൊടുക്കാനും എന്നെ സഹായിച്ചേ പറ്റൂ. ഇവിടെ തന്നെ അടുപ്പൂട്ടത്ത. അതല്ലേ നേരത്തെ പറഞ്ഞത്. ഇവിടെ ആകുമ്പോ നല്ല തണലുണ്ട്. പിന്നെ ഒരിത്തിരി വെള്ളം ചൂടാക്കി കഴിഞ്ഞ് സാറിന്റെ പന്തേ കഴിഞ്ഞു കേട്ടാ. അതിനിപ്പോ തണലിന്റെ ആവശ്യം തോന്നുന്നു. വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ അത്രയും ആയി കഴിഞ്ഞാൽ ഈ അടുപ്പിൽ തന്നെ ഭാമയെ കൊണ്ട് ചോറും വെപ്പിക്കാമല്ലോ. അതുകൊണ്ട് സ്ഥിരമായ എന്നേക്കുമായിട്ടുള്ള അടുപ്പാണ് വേണ്ടത്. സാറേ, ഇതൊന്നും നടപ്പുള്ള കാര്യമല്ലേ? ഇനി അങ്ങോട്ട് ഗ്യാസ് കത്തിച്ചേ പാചകം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തേക്ക് ഇവിടെ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയാലും വക്കീല് നാളെ അടുക്കള തന്നെ കയറും. അങ്ങനെ അടുക്കള കയറി അവള് വിവരം അറിയും. കുറച്ച് വേറെ എടുത്തോണ്ടാ. എവിടെന്ന്? ഈ പറമ്പിൽ ഇഷ്ടം ജോലി കമ്പ് കിടപ്പുണ്ട്, പോയി എടുത്തോണ്ടാ മതി. സാറേ, എന്താ നോക്കണേ? ഒരു പാത്രം വേണോ? എന്തിനാ? വെള്ളം ചൂടാക്കാൻ. വെള്ളം ചൂടാക്കാനോ?
ഞാൻ മുറ്റത്ത് അടുപ്പ് കൂട്ടി വിറക് കൂട്ടി വെള്ളം ചൂടാക്കി കാണിച്ചാൽ പിന്നെ ആ അടുപ്പിൽ നീ പാചകം ചെയ്യുന്നതാണല്ലോ പറഞ്ഞത്. ഞാൻ മുറ്റത്ത് അടുപ്പ് കൂട്ടാൻ പോവാ. ഇതെന്തൊക്കെയാ മോനേട്ട പറയണേ? പറച്ചിലിനേക്കാൾ പറച്ചിലിനേക്കാൾ പ്രവൃത്തിയിലാണ് കെ മോഹനകൃഷ്ണൻ വിശ്വാസം. ഈ കിടമതി. ഓ, അപ്പൊ രണ്ടും കൽപ്പിച്ചാണ്? അല്ല, മൂന്നും കൽപ്പിച്ചാണ്. ഇനി അഥവാ കത്തിയിലെന്നുണ്ടെങ്കിൽ കടലാസോ എന്തെങ്കിലും കൊടുത്ത് ആദ്യം തീ കൊടുക്കണം. വിറക് പതുക്കെ കത്തി പിടിച്ചോളും. അല്ലെങ്കിൽ അടുക്കളയിൽ മണ്ണെണ്ണ ഇരിപ്പില്ലേ, കുറച്ചെടുത്ത് ഇങ്ങനെ വിറകിലേക്ക് തളിച്ചു കൊടുത്താൽ മതി, കത്തി അങ്ങ് പിടിച്ചോളും. ഓക്കെ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ സാറേ. തിന്നില്ലല്ലേ, നനഞ്ഞോണ്ടാ. വെള്ളം ചൂടായി കഴിയുമ്പോ ഞാൻ വിളിക്കും. ഓ, അപ്പൊ വന്നാ മതി. വിറക് കത്തിക്കുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ശരി. ഹലോ, പ്രഭാര പറ, എന്തൊക്കെയുണ്ട് വിശേഷം? ആണാ? അത് ശരി. അതെ, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കാര്യം ഓർത്ത് നീ പേടിക്കണ്ട, അത് ഉത്തമേറ്റു. മോനൊരു സാറ് വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? ഇന്നോ? ഇന്ന് ഇനിയിപ്പോ സാറ് സ്ഥലം നോക്കാൻ വരുമെന്ന് തോന്നുന്നില്ല. ആഫീസിലിട്ട് പോണ വഴിയാ. ഒരു കാര്യം ചെയ്, ഞാൻ മോനോട് സാറിന്റെ വീടിന്റെ അടുത്തുണ്ട്. ഞാൻ സാറിന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്തേ? അയ്യോ, ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ നേരിട്ട് പറയുന്നതാണ് എന്റെ ശരി. ഞാൻ നോക്കട്ടെ. ശരി. എന്തായാലും അടുപ്പും കൂട്ടിക്കൊടുത്തു, വിറകും പറക്കി കൊടുത്തു. ഇനിയൊരു കാര്യം പറഞ്ഞ സാറ് എതിര് പറയൂല. അങ്ങോട്ട് എന്നെ പോവാ. സാറേ, മോനെ സാറേ, വെള്ളം തിളപ്പിക്കൽ എന്തായോ എന്ത്. പോയിപ്പോ തെക്കുംപുറത്തെ പ്രഭാരം എന്നെ വിളിച്ചു. അവന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം മോനേട് സാറിന്റെ അടുത്തൊന്ന് പറയണം എന്നവൻ പറഞ്ഞു. ഫോൺ വിളിച്ച് പറഞ്ഞ സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നേരിട്ടൊന്ന് പറയാന്ന് വിചാരിച്ചു. അതെന്തായാലും നന്നായി ഉത്തമ. മോഹനേട്ടൻ അകത്തുണ്ട്, ആരോടോ ഫോൺ സംസാരിച്ചോണ്ടിരിക്കുക. ചെന്നാ മതി. ശരി ശരി. അല്ല പിന്നെ വക്കീലേ, അടുപ്പിന്റെ കാര്യം എന്തായി? സാർ വെള്ളം തിളപ്പിച്ചില്ലേ? തിളപ്പിച്ചോന്നോ? ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹനേട്ടൻ അടുപ്പ് കൂട്ടി ഒരു കാര്യം ചെയ്തതല്ലേ, അത് വൻ വിജയമായിരുന്നു. അതിന്റെ കാര്യം ഫോണിൽ തകസാരോട് സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഉത്തമൻ ചെല്ലേ. അപ്പൊ സാർ വന്ന ജയിച്ചു. അല്ലാതെ മോഹനേട്ടൻ ആരാ മോൻ? പക്ഷെ ഈ വിജയം മോനേട് സാറിന് മാത്രം അവകാശപ്പെട്ടതൊന്നുമല്ല, ഞാനും കൂടി സഹായിച്ചുകൊണ്ടാണ് കാര്യം നടന്നത്. സാറിനത് ഓർമ്മ ആണ് ഒരിക്കലേ? ഉറപ്പായിട്ട് ഓർമ്മ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒന്നും മറക്കുന്നയാളല്ലോ മോഹനേട്ടൻ. പിന്നെ ശരി ശരി ശരി. സാറേ, ശരി സാർ, ഞാൻ സാറിനെ വിളിച്ചോളാം. സാറ് പന്തയം ജയിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. സാറേ,
എന്താ ഇതെന്താ സാറേ? ഏ? ഈശ്വര, ഇതെന്തോന്ന് പറ്റിയത്? വെള്ളം ചൂടാക്കിയത്. വെള്ളം ചൂടാക്കിയതാ? അയ്യോ, ഞാൻ പറഞ്ഞാലും ഉത്തമ. ഉത്തമം പോയി കഴിഞ്ഞപ്പോ വില്ലേജ് ഓഫീസർ അടുപ്പ് കത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. നേരായ വഴിക്കൊക്കെ നോക്കിയിട്ടും ആ വിറക് കത്തിയില്ല. അപ്പൊ പോയി കുറെ കടലാസും കരിയിലേക്ക് വാരിക്കൊണ്ടുവന്ന് അടുപ്പിലിട്ടു. കടലാസ് ചെറുതായിട്ടൊന്ന് കത്തി പിന്നെ കിട്ടുപോയി. അതോടെ വില്ലേജ് ഓഫീസർ അവസാനത്തെ ആടമുണ്ടല്ലോ അതെടുത്തു. എന്നെ എങ്ങനെയെങ്കിലും തോപ്പിച്ചല്ലേ പറ്റുള്ളൂ. അടുക്കളയിലിരുന്ന് മണ്ണെണ്ണ എടുത്ത് അടുപ്പിലേക്ക് അങ്ങ് ഒഴിച്ചു. എന്നിട്ട് തീ കൊടുത്തപ്പോ തൃശൂർ പൂരത്തിന് അമ്മട്ടിന് തീ കൊടുക്കുന്ന പോലെ എല്ലാം കൂടി ഒരു കത്തല്. പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല. എന്നിട്ട് ഓഫീസർക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ആള് കത്തിപ്പോയില്ല. പക്ഷേ ആ കരി പുകയൊക്കെ വില്ലേജ് ഓഫീസറുടെ തല തൊട്ട് കാല് വരെയായി. എത്രയായിട്ടുണ്ട്? കയ്യിലും മുതുവിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഒന്ന് കഴുകി വെളുപ്പിച്ച പഴയ മോഹനകൃഷ്ണ സാർ ആവണമെങ്കിൽ ഇന്നൊരു ദിവസം എന്തായാലും വേണം. അത് ശരിയാ. പിന്നെ എടുക്കും. അതുകൊണ്ട് മോഹനേട്ടൻ ഇന്ന് ലീവാ. തഹസിൽദാരെ വിളിച്ച് ലീവിന്റെ കാര്യം പറയായിരുന്നു മോഹനേട്ടൻ. ഞാൻ പറഞ്ഞായിരുന്നു. എന്നാലും എന്റെ സാറേ, ഇത്തിരി വെള്ളം ചൂടാക്കാൻ നോക്കുമ്പോ ഇങ്ങനെയൊക്കെ പറ്റുക എന്നൊക്കെ വെച്ചാലേ, ഹിരോഷിമയില് നാഗസാക്കിയില് അണുബോംബ് വിട്ടപ്പോ പോലും അവിടെ ഉള്ളവർക്ക് പോലും ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഇന്നത് കിട്ടൂല എന്നുള്ള കാര്യം ഈ കോല കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാണല്ലോ. എന്താ സാർ എന്തായാലും കുളിച്ച് പഴയതുപോലെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ വന്ന് ഞാൻ കണ്ടോളാം. ശരി, എന്നാ പിന്നെ ഞാൻ വരട്ടെ സാറേ. നല്ല ചന്തമുണ്ട്. വക്കീലേ, മാധവൻകുട്ടിയുടെ കടയിൽ നല്ല അലക്ക് സോപ്പ് കിട്ടും. വാങ്ങിച്ച് ഞാൻ കൊടുത്തു വിടാം കേട്ടോ. എന്നാലേ സാറ് ശരിക്കും വെളുക്കൂ. ശരി സാറേ, ശരി. ഡീസലിന്റെയും പെട്രോളിന്റെയും പാചകവാതകത്തിന്റെയൊക്കെ വില തോന്നുന്ന പോലെ കൂട്ടി സർക്കാർ അവരുടെ കാര്യം നേടി. പക്ഷെ ആ വില കൂടുതലിന്റെ പേരും പറഞ്ഞു മോഹനേട്ടൻ കാണിച്ച അഭ്യാസം കൊണ്ട് എനിക്ക് ഇരട്ടിപ്പണിയായത് മിച്ചം. ഓ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെയാണ് പള്ളിനീരാട്ട്? നമുക്കവിടെ ആരംഭിച്ചാലോ? ആദ്യം 1 മണിക്കൂർ വെള്ളത്തിൽ അങ്ങോട്ട് മുങ്ങിക്കിടക്കുക. അപ്പോഴേക്കും കുറച്ച് ചകിരിയായിട്ട് ഞാൻ വരാം. ഇങ്ങനെ തേച്ച് കുളിപ്പിക്കേ. ഒരു കാര്യം എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല മോനട്ട. ഈ കോലത്തിൽ കാണുമ്പോൾ എന്റെ മോഹനട്ട ഒരു സുന്ദര കുട്ടൻ തന്നെയാ. പാചകവാതകത്തിന്റെയും മറ്റ് ഇന്ധനങ്ങളുടെയും വില കണ്ണിൽ ചോരയില്ലാതെ കൂട്ടുന്നൊരു സർക്കാർ ഉള്ളപ്പോൾ മോഹനകൃഷ്ണൻ പറഞ്ഞതുപോലെ വിറകടുപ്പിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നേക്കാം. പക്ഷേ അടുപ്പ് ഏതായാലും കത്തിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതും ഇതിലപ്പുറവും വന്നു പെട്ടേക്കുമെന്ന് ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.